ഇവിടെ ആരും ഇല്ലേ? ഉണ്ടേ ഉണ്ടേ, ഞാൻ ഇവിടെ ഉണ്ട്. ഇങ്ങ് പോരെ. ഞാൻ തന്നെയാണ് വിളിച്ചത്. ബുദ്ധിമുട്ടിൽ ക്ഷമിക്കണം. പക്ഷെ നിങ്ങൾ വരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഓ, വരാതിരിക്കാൻ തോന്നിയില്ല ചേട്ടാ. ആരെങ്കിലും നമ്മുടെ വീഡിയോ കണ്ടിട്ടേ കൊള്ളാമെന്നൊക്കെ പറയുന്നതിന് വളരെ സന്തോഷമാണ്. പിന്നെ കാണണമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചാൽ വരാതിരിക്കാൻ പറ്റുമോ? സിനിമാ നടന്മാരെ കാണണമെന്ന് നേരത്തെ മുതൽ വലിയ ആഗ്രഹമാണ്. പക്ഷേ കുഞ്ഞിലെ മുതൽ ഈ ഇരിപ്പല്ലേ, എങ്ങനെ നടക്കാനാ? പിന്നെ നിങ്ങളെപ്പോലുള്ള ചെറിയ ചെറിയ നടന്മാരെയൊക്കെ കാണാൻ പറ്റിയല്ലോ, അതൊരു വലിയ സന്തോഷമാണ്. ഇവിടെ ചേട്ടൻ ഒറ്റയ്ക്കേ ഉള്ളോ? മോളുണ്ട്. അവൾ പഠിത്തം 10ൽ നിർത്തിയിട്ട് ഇപ്പം ടൗണിലൊരു ജൗളിക്കട ജോലിക്ക് പോവുക. എന്താ ചേട്ടൻ എന്തോ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ? നിങ്ങളുടെ ഒരു വീഡിയോയുടെ അവസാനമേ എഴുതി കാണിക്കുന്നില്ലേ, ഈ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കണമെന്നൊക്കെ. അത് കണ്ടിട്ട് വിളിച്ചാ. ഞങ്ങളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഉറപ്പായിട്ട് സാധിച്ചു തരും. നിങ്ങളാ പറഞ്ഞതൊക്കെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം പറഞ്ഞാണോ, അതോ അത് ജീവിതത്തിൽ നടക്കുന്ന കാര്യമാണോ? ബുദ്ധിമുട്ടാവുന്നൊക്കെ എനിക്കറിയാം. ഇതൊക്കെ വീഡിയോയ്ക്ക് വേണ്ടിയൊക്കെ പറയാനല്ലേ പറ്റത്തുള്ളൂ, അല്ലേ? എന്ത് ബുദ്ധിമുട്ട് ചേട്ടാ? ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലേ ഒരു പരിചയമില്ലാതെ ചേട്ടൻ വിളിച്ചപ്പം ഈ നമുക്ക് പോലും അറിയത്തില്ലാത്ത സ്ഥലത്തോട്ട് ഞങ്ങൾക്ക് പറഞ്ഞ കാര്യമല്ലോ ഉണ്ടോ? ചേട്ടൻ്റെ ശബ്ദത്തിലൊരു ജെന്യൂനിറ്റി ഒക്കെ തോന്നിയായിരുന്നു, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നേ. ഞാൻ പറഞ്ഞില്ലേ, ഈ ഇരിപ്പേ വളരെ കുഞ്ഞിലേ തുടങ്ങിയതാ. ഈ വീടിന് മുറ്റം വരെ എൻ്റെ ലോകം. നിങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്കൊന്ന് കറങ്ങി നാടും നഗരമൊക്കെ ഒന്ന് കാണാനൊക്കെ ഒരു മോഹം. സത്യത്തിൽ ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്തോ സാമ്പത്തിക സഹായം ചോദിക്കാനായിരിക്കും. ഇത് നിങ്ങൾ ആ മല കണ്ടോ? എന്നും എൻ്റെ മുന്നിലെ കാഴ്ച ആ മലയാ. ഒരിക്കലെങ്കിലും ആ മലമുകളിലൊന്ന് പോകണം, അവിടെ ഇരുന്നൊരു ചായ കുടിക്കണം. എന്നിട്ട് അവിടെ നിന്ന് എൻ്റെ ഈ വീട്ടിലോട്ട് നോക്കണം. എനിക്ക് വീടൊന്ന് കാണണം, എല്ലാത്തിനും പറ്റുമോ? ചേട്ടാ, ഈ അവസ്ഥയിൽ എങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ? അതിനെന്നാ നമ്മളങ്ങ് എടുത്തോണ്ട് പോടാവേ.